ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നമ്മുടെ കാല് കഴുകുന്നതുമായി ബന്ധപ്പെട്ടാണ്. തെറ്റായ രീതിയിൽ കാല് കഴുകിയാൽ നമ്മുടെ വീട്ടിലെ മഹാലക്ഷ്മി സാന്നിധ്യം കുറഞ്ഞു വരികയും അതുവഴി നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്? അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ചിന്തിക്കും, കാല് കഴുകുന്നതിൽ എന്താണ് ഇത്ര ചിന്തിക്കാനുള്ളത്? ഒരു കപ്പ് വെള്ളമെടുക്കുക, ഒരു കാല് വെക്കുന്നു, മറ്റേ കാലുകൊണ്ട് കാലൊരച്ച് കഴുകുന്നു, അല്ലെങ്കിൽ ഒരു കല്ലിൽ കാലിട്ടുരയ്ക്കുന്നു. ഇതിൽ എന്താണ് ഇത്ര നോക്കാനുള്ളത്? ഒരു സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും കാലുകൾ നോക്കിയാൽ അവരുടെ വൃത്തി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും. ചിലവരെ കണ്ടിട്ടില്ലേ, മുഖമൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും, പക്ഷേ കാലിൽ നോക്കിയാൽ പോയി. മഹാലക്ഷ്മി ദേവി വസിക്കുന്ന സ്ത്രീകളിലാണെങ്കിലും അതേപോലെ നള ഗുണമുള്ള പുരുഷന്മാരിലാണെങ്കിലും ചില ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണശാസ്ത്രപ്രകാരം വൃത്തിയുള്ള നല്ല ചുമന്ന കാൽപാദങ്ങളുള്ള സ്ത്രീകൾ വളരെയധികം ഐശ്വര്യവതികളാണെന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഇപ്പം ആ ഒരു ലക്ഷണമൊത്ത ചുമന്ന കാലുകളില്ലെങ്കിലും നമ്മുടെ കാലുകൾ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക തന്നെ വേണം. ഇവിടെ ഇന്ന് നമ്മൾ നോക്കുന്നത് കാല് കഴുകുന്ന രീതിയെക്കുറിച്ചാണ്. നമ്മളൊക്കെ സാധാരണയായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും കാലിലൊരു ചെളി പറ്റിയാൽ ഒരു കപ്പ് വെള്ളമെടുക്കും, നമ്മുടെ കാലിലൊഴിക്കും, ഒരു കാലിന് മുകളിൽ മറ്റൊരു കാല് കയറ്റി വെച്ച് നമ്മൾ കാലിങ്ങനെ ഉരച്ച് കഴുകും. അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരിൽ ദിനം പ്രതി മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ കോപത്തിനത് പാത്രമാകും. നമ്മൾ എപ്പോഴും കാല് കഴുകുമ്പോൾ കുനിഞ്ഞു നിന്ന് നമ്മുടെ ചകിരിയോ അങ്ങനെയല്ല, നിങ്ങൾ കാല് ഉരച്ച് കഴുകാൻ വേണ്ടി കല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ കാല് കഴുകണം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കുനിയാൻ പറ്റാത്തവർക്ക്, വയ്യാതായവർക്കൊന്നുമല്ല. അവർക്ക് തീർച്ചയായും ഇത് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ അല്ലാത്തവർ ആരായിരുന്നാലും ഈ രീതിയിൽ വേണം കാല് കഴുകാൻ. കാരണം രാമായണത്തിൽ വസിഷ്ഠമുനി രാമന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് രാമൻ്റെ ചെറുപ്പകാലത്തായിരുന്നു. രാമൻ അത് വളർന്നപ്പോൾ വഴിയിലുള്ള ഒരു യാത്രക്കാരനാണ്, ഒരു പാവ മനുഷ്യനാണ് രാമനെ അത് ഓർമ്മിപ്പിക്കുന്നത്. സീതാദേവിയെ വിവാഹം കഴിക്കാൻ വേണ്ടി രാമൻ യാത്രയാകുകയും ആ സമയത്ത് കാല് കഴുകേണ്ടുന്നൊരാവശ്യം വന്നപ്പം രാമൻ ഈ രീതിയിൽ കാല് കഴുകാൻ പോയപ്പോൾ, അരുത് രാമ, അങ്ങനെ കഴുകരുത്, ഭഗവാന്റെ പാദപൂജ ചെയ്യാൻ എനിക്കൊരവസരം തരൂ എന്ന് പറഞ്ഞ് വഴിയിലുള്ള ഒരു മനുഷ്യൻ ഭഗവാന്റെ പാദം കഴുകി കൊടുക്കുകയും ചെയ്തു. കാരണം നമ്മൾ അങ്ങനെ കാല് കഴുകിയാൽ, എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന മിക്കവരും നമ്മൾ അറിയാതെ ചെയ്യുന്നതാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണ് നമ്മളിൽ നിന്നും ഐശ്വര്യം പോവാൻ കാരണമാകുന്നത്. ഇന്നു മുതൽ നിങ്ങൾ ഈ ഒരു രീതി തീർച്ചയായും ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റണം. കുനിഞ്ഞു നിന്ന് നമ്മുടെ കാലുകൾ നമ്മൾക്ക് ഇപ്പോൾ കൈകൊണ്ടാണെങ്കിലും ചകിരി കൊണ്ടാണെങ്കിലും ഇനി വെറുതെ ആണെങ്കിലും തേച്ച് കഴുകാം. അതേപോലെ ചിലർക്കൊരു ശീലമുണ്ട്, നമ്മൾ ബാത്റൂമിലൊക്കെ കുളിക്കാൻ പോകുമ്പം ബക്കറ്റ് ഉണ്ടാവും, ആ ബക്കറ്റിൻ്റെ പുറത്ത് കാലെടുത്ത് വെച്ചിട്ട് തേച്ച് കഴുകുന്നത്. ഒരിക്കലും അങ്ങനെയും നമ്മൾ ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മുടെ കൈകൾ കൊണ്ട് തന്നെ നമ്മുടെ പാദങ്ങൾ ശുദ്ധമാക്കാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ കാലിൻ്റെ മുൻഭാഗം മാത്രമല്ല, കാലിൻ്റെ പിൻഭാഗവും എപ്പോഴും കാല് കഴുകുമ്പോൾ നനച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കെല്ലാവർക്കും നളരാജാവിൻ്റെ കഥയറിയാം. അതായത് നളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സത്യസന്ധനും നീതിയുള്ള രാജാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ശനിക്ക് നളനെ ഒന്നും ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. പക്ഷേ നളരാജാവ് ചെയ്ത ഒരു തെറ്റ്, അതായത് കാല് കഴുകുമ്പോൾ കാലിൻ്റെ മുൻഭാഗം മാത്രം കഴുകി, ആ ഒരു പിൻഭാഗം കഴുകാത്തതിൻ്റെ പേരിൽ നളരാജാവിനെ ശനി ഭഗവാൻ പിടികൂടി, ശനി ബാധിച്ചു. നമ്മൾ എപ്പോൾ കാല് കഴുകിയാലും കാല് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നനയുന്ന രീതിയിൽ തന്നെ കഴുകണം. അതായത് ചിലർ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ആ നമ്മുടെ കാലിൻ്റെ മുകളിലോട്ട് മാത്രം വെള്ളമൊഴിക്കും, കാലിൻ്റെ ഉപ്പൂറ്റി ആ ഒരു സ്ഥലത്ത് തീർച്ചയായും ജലം എത്തിക്കുക തന്നെ ചെയ്യണം.
പണ്ട് കാലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ വീട്ടിൽ വെളിയിൽ നിന്ന് ആര് അകത്തോട്ട് വന്നാലും ഉമ്മറപ്പടിയിൽ കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും. അതെടുത്ത് കാല് കഴുകിയിട്ടേ അകത്തോട്ട് വരികയുള്ളൂ. അതിൻ്റെ 2-3 ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് പണ്ട് കാലത്ത് ആരും ചെരുപ്പിടാതെയാണ് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നതെന്നും ആ ചെളി വീടിൻ്റെ അകത്തോട്ട് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയോ അണുക്കളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നും. ഇതിനൊക്കെ പുറമെ ഐശ്വര്യം എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പക്ഷേ പണ്ട് കാലങ്ങളിലുള്ളവർ ചെയ്തുകൊണ്ടിരുന്നത് ആ വെള്ളം കാലിൽ ഒഴിച്ചിട്ട് കാലുകൊണ്ട് തന്നെ കാല് കഴുകുക എന്നുള്ളതായിരുന്നു. അവിടെയും ചെറിയൊരു തെറ്റാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് കാലും കൈയും മുഖവും കഴുകിയിട്ട് കിടന്നുറങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഇനിയെങ്കിലും കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് കാല് കഴുകുന്ന ഒരു രീതി ഒരിക്കലും അവലംബിക്കരുത്. അതേപോലെ തന്നെ നനഞ്ഞ കാലുമായിട്ട് നടക്കുന്നതും. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാലും നമ്മൾ അപ്പോൾ തന്നെ കാല് തുടച്ച് വൃത്തിയാക്കി വെക്കണം. നനഞ്ഞ പാദത്തോടുകൂടി നമ്മൾ നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് വീട്ടിന് ഉള്ളിൽ. ഇത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ നമ്മളിതെപ്പോഴും പാലിക്കണം. നമ്മളെപ്പോൾ വീടിന് വെളിയിൽ പോയിട്ട് വന്നാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പൈപ്പ്, അതല്ലെന്നുണ്ടെങ്കിൽ ആ സൈഡിൽ എവിടെയെങ്കിലും ഒരു ചെറിയ കുടത്തിലോ ബക്കറ്റിലോ വെള്ളം വെക്കുക. ഇനി അങ്ങനെ ഒന്നും വെക്കാൻ സാധിക്കാത്തവരാണ് ഇപ്പോൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത്. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബാത്റൂമിൽ പോയി നിങ്ങളുടെ കാല് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഒരുപാട് പേർക്ക് ചിലപ്പം ഇത് കേൾക്കുമ്പം അങ്ങനെയല്ല എന്ന് തോന്നിയാലും മഹാലക്ഷ്മി കടാക്ഷം നമ്മളിലും നമ്മുടെ വീട്ടിലും സ്ഥിരമായി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇവയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാലിൻ്റെ മുകളിൽ മറ്റൊരു കാല് കയറ്റി വെച്ച് കഴുകരുതെന്നുള്ളതും അതേപോലെ തന്നെ കാല് പൊക്കി വെച്ച് തേച്ച് കഴുകരുതെന്നുള്ളതും. കാലെപ്പോഴും നമ്മൾ കുനിഞ്ഞു നിന്ന് നമ്മുടെ കൈകൊണ്ട് തന്നെ തേച്ച് കഴുകാനായിട്ട് ശ്രദ്ധിക്കണം. അതും നല്ല ഉരച്ച് വൃത്തിയാക്കി തന്നെ കാല് കഴുകുക. എങ്കിൽ മാത്രമേ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ വസിക്കുകയുള്ളൂ. എല്ലാവരും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. ഇത് വളരെ കുഞ്ഞൊരു കാര്യമാണ്, പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, കാരണം നമ്മൾ എല്ലാ ദിവസവും കാല് കഴുകുന്നവരാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു തെറ്റ് ആവർത്തിച്ചാൽ നമ്മളിൽ നിന്ന് മഹാലക്ഷ്മി കടാക്ഷം ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ ഈ കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നളരാജാവിൻ്റെ കഥ പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യം, വൃത്തിയില്ലാത്ത കാലുകളുള്ള വ്യക്തിയെ ശനി ഭഗവാൻ തീർച്ചയായും പിടികൂടുക തന്നെ ചെയ്യും. നമ്മൾ എത്ര ദാനധർമ്മങ്ങൾ ചെയ്താലും എത്ര നല്ല സ്വഭാവത്തിനുടമയാണെങ്കിലും വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ വൃത്തിയില്ലാത്ത പാദങ്ങളുള്ള വ്യക്തിയെ ശനി ഭഗവാൻ പിടികൂടും. മഹാലക്ഷ്മിക്ക് ഇഷ്ടമില്ലാത്തതും ശനി ഭഗവാന് ഇഷ്ടമുള്ളതുമായ കാര്യമാണത്. അതായത് വൃത്തി എവിടെയുണ്ടോ അവിടെ മഹാലക്ഷ്മി ഉണ്ടാവും, വൃത്തി എവിടെ ഇല്ലയോ അവിടെ ശനി ഭഗവാൻ ഉണ്ടാവും. ഒപ്പം തന്നെ രാഹുവും കേതുവും. ശനിദശ, കണ്ടകശനി, 7ര ശനി, അഷ്ടമശനി ഇവയൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മുടെ കാലുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ടുകീറിയിരിക്കും. ശനിദശയിൽ ജനിക്കുന്നവരിലും ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒന്നാണ്. അതുപോലെ രാഹുദശയിൽ ജനിക്കുന്നവരിലും കാലിൽ ഈ ഒരു വിണ്ടുകീറൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ നമ്മുടെ കാൽപാദങ്ങൾ വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മിയുടെ കടാക്ഷം വഴി നമുക്ക് ജീവിതത്തിൽ ഉയരാനും ഐശ്വര്യമുണ്ടാവാനും ഇത് നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ ശനി പീഡയിൽ നിന്ന് രക്ഷപ്പെടാം. ഇന്നു മുതൽ ഈ ചെറിയ കാര്യങ്ങൾ എല്ലാവരും ഓർമ്മയിൽ വെക്കണം. അതുമാത്രവുമല്ല, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇന്നത്തെ ജനറേഷനിലുള്ള എല്ലാ പെൺകുട്ടികൾക്കും കാലും കൈയും മുഖമൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കുന്നതിനോട് താല്പര്യമുള്ളവരാണ്. എന്നാൽ പോലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അവർക്ക് തീർച്ചയായും പറഞ്ഞു കൊടുത്തിരിക്കണം. വരും തലമുറയും ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഐശ്വര്യം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്കും സാധിക്കുകയുള്ളൂ. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.